ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അവിലും കുറച്ച് അരിപ്പൊടിയും വെച്ച് ഒരു 4 മണി പലഹാരമാണ് കേട്ടോ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഒരു കപ്പ് അവില് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത അവില് ബൗളിലേക്ക് ഇടുന്നുണ്ട്. 1/4 കപ്പ് അരിപ്പൊടി, ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു നുള്ള് കായപ്പൊടി, 1 ടീസ്പൂൺ ഓയിൽ. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. ഇത് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. 1 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ പച്ചമല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളക്, ഇഞ്ചി, ജീരകം, മല്ലിയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് പോട്ടെ. 1 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. പകുതി സവാള, കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. പകുതി നാരങ്ങയുടെ നീര് ചേർക്കാം. എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് തണുക്കുമ്പോഴേക്ക് നമുക്ക് വേറെ ഒരു മിക്സ് കൂടി റെഡിയാക്കാം. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, 1/4 ടീസ്പൂൺ വെളുത്ത എള്ള്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കുറച്ച് മല്ലിയില, ഒരു നുള്ളു ഉപ്പ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത്, ഒരുപാട് കട്ടിയല്ല ഒരുപാട് തിന്നായിട്ടുമല്ല, അങ്ങനത്തെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. വെള്ളം ചേർത്തിട്ട് ഈ പാകത്തിന് വേണേട്ട നമ്മളിങ്ങനെ ഏതിലാണോ ഇളക്കണേ ആ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു വര ഇടുമ്പോൾ ഇതുപോലെ ഉണ്ടാവണം. മാറ്റി വയ്ക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണ മാവ് ഒന്നും കൂടി പരത്തി കൊടുക്കാം. അവിലായ കാരണം ഒന്നും കൂടി തിക്കായി മാവ്. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ബോർഡിലേക്ക് കുറച്ച് അരിപ്പൊടി സ്പ്രെഡ് ചെയ്യാം. കയ്യിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. നമുക്കിത് പരത്തിയെടുക്കാം. അക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് പരത്തിയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ബാലൻസുള്ള മാവ് മാറ്റാം. ഈ തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയേക്കുന്നത്. ഇനി നമുക്ക് 2 ആക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഫില്ലിങ് എടുത്ത് ഒന്ന് സ്ക്വയർ ഷേപ്പാക്കി കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് വിട്ട് ഫില്ലിങ് വെക്കുക കേട്ടോ. അടുത്തയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലേക്ക് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം നമ്മൾ വെള്ളം വെച്ച് കൊടുത്തില്ലേ ആ ഭാഗം ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് ഒട്ടും പുറത്ത് വരാണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഒട്ടിനില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒട്ടിക്കും. 2 എണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തു. ഫസ്റ്റ് റെഡിയാക്കി വെച്ചേക്കണ മൈദയുടെ ബാറ്ററിൽ ഈ 1 എണ്ണം മുക്കി നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരെണ്ണ റെഡിയായി. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതും നമുക്ക് അതേപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. അവയിൽ വെച്ചൊരു കിഡിലൻ സ്നാക്കാണ്. അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.